വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രി ഒരു 12:30 സമയത്തോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. മൂന്നാമത്തെ പരാതിയാണ് വരുന്നത്. ഇമെയിലായി ലഭിച്ച പരാതിയിൽ ഗുരുതരമായ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആ ലൈംഗിക പീഡന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് നടപടിയിലേക്ക് പോയിരിക്കുന്നത്. പാലക്കാട്ടെ KPM ഹോട്ടലിൽ നിന്നും 12:30 കൂടിയാണ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത്. പത്തനംതിട്ട സ്വദേശിനിയാണ് ഈ പരാതിക്കാരി എന്നാണ് വിവരം. രാഹുൽ മാങ്കൂട്ടത്തിലെ പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിച്ച് ചോദ്യം ചെയ്യുകയാണ്. CK അഭിലാൽ വിവരങ്ങളുമായി ചേർന്നുണ്ട്. അഭിലാൽ, ഗുഡ് മോർണിംഗ്. പ്രധാനപ്പെട്ട നീക്കങ്ങളിലേക്ക്, അതും വളരെ വേഗത്തിൽ, വളരെ രഹസ്യാത്മകമായി തന്നെ കാര്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ നടപടിക്രമങ്ങൾ മുന്നിലേക്ക് പോവുകയാണ്. പാലക്കാട് നിന്നും പത്തനംതിട്ടയിൽ എത്തിച്ചിരിക്കുകയാണ്. പരാതി സംബന്ധിച്ചും നടപടിക്രമങ്ങൾ സംബന്ധിച്ചും ഏറ്റവും പുതിയതായിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? പൂജ, ഗുഡ് മോർണിംഗ്. ഇക്കുറി രാഹുലിനെ പൊട്ടും ആ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം പ്രവർത്തിച്ചത്. അതീവ രഹസ്യമായ നീക്കങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കഴിഞ്ഞ പകൽ ദിവസം എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ നിർണായകമായിരുന്നു എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ. കാരണം രാഹുലിന്റെ കൃത്യമായ ലൊക്കേഷൻ കണ്ടുപിടിച്ച് അദ്ദേഹത്തോടൊപ്പം മറ്റു ആരുമില്ല എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞ രാത്രി 12:30 കൂടി പാലക്കാട് KPM ഹോട്ടലിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടുന്നത്. തുടർന്ന് അവിടെ നിന്നും ഏറെക്കുറെ 250 കിലോമീറ്റർ അകലെയുള്ള പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് എത്തുമ്പോൾ സമയം പുലർച്ചെ 5 മണിയായിരുന്നു. രാഹുലുമായിട്ടാണ് പോലീസിന്റെ ഒരു സംഘം ഇങ്ങോട്ട് എത്തുന്നതെന്ന് സംബന്ധിച്ച് 5 മണിക്ക് ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് മാത്രമാണ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പോലും വിവരങ്ങൾ ലഭ്യമായിരുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, കേരളത്തിൽ സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങൾ, MLA മാർ, ജനപ്രതിനിധികളായിട്ടുള്ളവർ, രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള മറ്റ് നിരവധി പേർക്കെതിരെ സമാന രീതിയിലുള്ള നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ രാഹുലിനെതിരെ ഉയർന്നു വന്ന പരാതികൾക്കും അതിന്റെ സ്വഭാവത്തിനും ചില സാമ്യങ്ങളും ചില അപൂർവതകളുമുണ്ട്. കാരണം ഒരേ സമയം ഒന്നിലധികം ആളുകൾ സമാന രീതിയിലുള്ള പരാതിയുമായി രംഗത്തു വരുന്നു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികളുടെയും അത് കേസിലേക്ക് എത്തിച്ച സാഹചര്യത്തെയും വ്യത്യസ്തപ്പെടുത്തുന്നത്. ആദ്യത്തെ 2 കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് പരാതിക്കാരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഹായത്തിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇക്കുറി ലഭ്യമായ പരാതിയും പോലീസിന്റെ നടപടികളും ഒക്കെ തന്നെ അതീവ രഹസ്യമായിരുന്നു. രാഹുൽ കസ്റ്റഡിയിലെടുത്ത് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങളുടെ പുറം ലോകത്തേക്ക് എത്തിക്കുന്നത്. ഇന്നലെ രാത്രി 12 മണിക്ക് രാഹുൽ KPM ഹോട്ടലിലാണ് ഉണ്ടായിരുന്നത്. പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് നേരെ എതിർ സൈഡിലുള്ള KPM ഹോട്ടലിൽ. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ 2 ഓഫീസ് സ്റ്റാഫ് കൂടി ഉണ്ടായിരുന്നു. അവർ വീട്ടിലേക്ക് മടങ്ങി എന്ന് ഉറപ്പാക്കിയ ശേഷം റൂമിൽ എത്തി രാഹുലിനെ കസ്റ്റഡി എടുക്കുകയായിരുന്നു. ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് രാഹുലിനെ കസ്റ്റഡി എടുക്കുന്നത് എന്നുള്ള വിവരങ്ങൾ രാഹുലിന്റെ അടുത്ത് ബോധ്യപ്പെടുത്തിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങുകയാണ് ഉണ്ടായത്. കസ്റ്റഡി എടുക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് വരികയും അന്വേഷണ സംഘാംഗങ്ങൾ കൃത്യമായ മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ടയിലേക്ക് പുറപ്പെടുകയുമാണ് ഉണ്ടായത്. അങ്ങനെ 5 മണിയോട് കൂടിയാണ് അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുമായി AR ക്യാമ്പിലേക്ക് എത്തിച്ചേരുന്നത്. പത്തനംതിട്ട SP-ക്ക് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട മുൻ അറിവ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം AR ക്യാമ്പുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് രാഹുൽ ഇവിടേക്ക് എത്തിച്ചേരുന്നതിന് തൊട്ട് മുൻപ് ക്രമീകരണങ്ങൾ ഒരുക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയത്. ചുരുക്കത്തിൽ അതീവ രഹസ്യമായ പോലീസ് നീക്കം ഇക്കുറി വിജയിച്ചിരിക്കുന്നു. രാഹുലിന് നിയമസഹായം തേടാനുള്ള യാതൊരു സാധ്യതയും ഇല്ലായിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് മാധ്യമങ്ങളുടെ വാർത്തകളായി പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്നതാണ്. അത് അത്തരത്തിലുള്ള പഴുതുകൾ പോലും അടച്ച് അതീവ രഹസ്യമായ നീക്കമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ കസ്റ്റഡിയിലേക്കും അറസ്റ്റിലേക്കും കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത്. അന്വേഷണ സംഘത്തിന്റെ മേധാവി പൂങ്കുഴലി IPS 20 മിനിറ്റ് മുൻപ് പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിച്ചേർന്നു. അവരുടെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ചോദ്യം ചെയ്തു വരികയാണ്. നമുക്കറിയാം, ഒരു MLA എന്നുള്ള നിലയിലുള്ള പ്രിവിലേജുകൾ രാഹുലിന് ഉണ്ട്. രാജിവെക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വവും UDF നേതാക്കളും ഒക്കെ തന്നെ പരസ്യമായി ആവശ്യപ്പെട്ടിട്ടും രാഹുൽ അത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് പോകാതിരുന്നത് ഒരുപക്ഷെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രിവിലേജ് തനിക്ക് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണമാകുമെന്ന് കൂടി കണക്കാക്കിയിട്ട് ആകാം എന്ന് നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നിയമപരമായി അദ്ദേഹത്തിനുള്ള പ്രിവിലേജുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി പോലീസ് തേടിയിട്ട് അത്തരത്തിലുള്ള അനുമതികൾ കൂടി ലഭ്യമായ ശേഷമുള്ള നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്ന് വേണം നമുക്ക് കണക്കിലെടുക്കാൻ. എന്തായാലും കസ്റ്റഡി അറസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ഏതാനും മണിക്കൂറുകൾ നീളുന്ന ചോദ്യം ചെയ്യലാണ്. കേസുമായി ബന്ധപ്പെട്ട് പരാതിക്കാരി ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങൾ, ഏത് ഇടത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ രാഹുലിന്റെ പ്രതികരണം തേടുക, മൊഴി രേഖപ്പെടുത്തുക, ചോദ്യം ചെയ്യൽ അദ്ദേഹത്തിന് നൽകാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, തുടർന്ന് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുക
ഹാജരാക്കുക എന്നുള്ളതാണ്. ഞായറാഴ്ച ദിവസമാണെന്നതിനാൽ കോടതി പ്രവർത്തിക്കാത്ത സ്ഥിതിയാണ്. അതിനാൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കാനാണ് സാധ്യത. അത് ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം ആകും എന്നുള്ളതാണ്. പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ AR ക്യാമ്പിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പാലക്കാട് നിന്നും ആലത്തൂര്, പാലക്കാട് എന്നിവിടങ്ങളിലെ പോലീസ് സംഘാംഗങ്ങൾ കൂടി ഈ രാഹുലുമായി എത്തിയ പോലീസ് വാഹനത്തെ അനുഗമിച്ച് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. AR ക്യാമ്പിന്റെ 2 വാതിലുകളും പോലീസ് അടച്ച് ബന്ദോബസ്തിൽ നിലനിർത്തിയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ബാരിക്കേഡ് അടക്കം വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസിനെയോ അതല്ലെങ്കിൽ രാഹുലിനെ അനുകൂലിക്കുന്ന ആളുകളൊക്കെ തന്നെ എത്തിച്ചേരാനുള്ള സാധ്യത കണക്കിലെടുക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഈ വിവരം അറിഞ്ഞ് രാഹുലുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ പോലും വിളിക്കുമ്പോൾ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും അറിയില്ല. ചില മാധ്യമ വാർത്തകളുടെ പശ്ചാത്തലത്തിലുള്ള വിവരശേഖരണം മാത്രമാണ് അവർക്കും ഉണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും രാഹുലുമായി ബന്ധപ്പെട്ട ആളുകൾ വൈകാതെ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം. എന്തായാലും നിയമപരമായി ചെയ്യാനുള്ള നടപടികളിലേക്ക് അവർ നീങ്ങും. കാരണം പരമാവധി വേഗത്തിൽ നിയമസഹായത്തിന് സാധ്യതകളുണ്ടെങ്കിൽ അത് തേടുക എന്നുള്ളതാണ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നിലുള്ളത്. പക്ഷേ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോയതിനാൽ സ്വാഭാവികമായും ചേർക്കപ്പെട്ടിട്ടുള്ള വകുപ്പുകളിൽ ബലാത്സംഗം, അതോടൊപ്പം തന്നെ ഗർഭഛിദ്രം, സാമ്പത്തികമായ ചൂഷണം തുടങ്ങിയ വകുപ്പുകൾ കൂടി ഉണ്ട് എന്നതിനാൽ അതിഗൗരവകരമായ വകുപ്പുകളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തപ്പെട്ടിട്ടുള്ളത് എന്നതിനാൽ രാഹുൽ ഇനി ജയിലിലേക്കാണ് എന്ന് നമുക്ക് പൂർണ്ണമായും ഉറപ്പിക്കാൻ കഴിയും. ശരി, CK അഭിലാലാണ് പത്തനംതിട്ട AR ക്യാമ്പിന് മുന്നിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ